പാകിസ്ഥാൻ ട്രെയിൻ ഹൈജാക്ക് ചെയ്ത ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പിന്നിൽ ഇന്ത്യയാണ് സർ. ഇന്ത്യ ആണെന്നോ അതോ ആണോന്നോ? ആണോ? അതൊരു വലിയ ചോദ്യമാണ്. അതിനു മുമ്പ് ഇപ്പോൾ BLA കുറിച്ച് സംസാരിക്കാൻ കാരണം ജാഫർ എക്സ്പ്രസ്, അതായത് ബലൂചിസ്ഥാൻ്റെ തലസ്ഥാനമായ കട്വയിൽ നിന്ന് പെഷവാറിലേക്ക് ഉള്ള 1600 കിലോമീറ്റർ സഞ്ചരിക്കുന്ന 8 ബോഗികളുള്ള ഒരു ട്രെയിനാണ് ജാഫർ എക്സ്പ്രസ്. ഈ ട്രെയിനിൻ്റെ പ്രത്യേകത, ഈ ട്രെയിനിലെ യാത്രക്കാർ കൂടുതലും പാകിസ്ഥാൻ പട്ടാളക്കാർ, ISIയുടെ ഓഫീസർമാർ, പിന്നെ പാകിസ്ഥാൻ സുരക്ഷാ സേനയിലെ ഭടന്മാർ, ഇവരാണ് കൂടുതലും ഈ ട്രെയിനിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പല തവണ ഉന്നം വെച്ചിട്ടുള്ള ട്രെയിനാണ് ജാഫർ എക്സ്പ്രസ്. അതാദ്യം നമ്മൾ ആലോചിക്കണം. അപ്പോൾ എന്ത് ചെയ്തു, ഈ ട്രെയിൻ കത്വയിൽ നിന്ന് പുറപ്പെട്ടു 160 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ അത് വളരെ വിജനമായ പ്രദേശമാണ്. അപ്പോൾ പാകിസ്ഥാൻ പറയുന്ന ട്രെയിനിലുള്ള ആളുകളായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല, അവിടെ മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല, മറ്റു ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഇല്ല, വളരെ വിജനമായ സ്ഥലങ്ങൾ. 17 തുരങ്കങ്ങളുണ്ട്. അതിൽ മഷ്കാഫ് ടണലിലേക്ക് ട്രെയിൻ കയറുന്നതിന് മുമ്പ് പാളങ്ങൾ ബോംബ് വെച്ച് തകർത്ത് വെടിവെച്ച് ഡ്രൈവറെ വെടിവെച്ച് വീഴ്ത്തി അയാൾ ഗുരുതരമായി പരിക്കേറ്റ് മരണാസന്നനാണ്, മരിച്ചു എന്നുവരെ പറയുന്നുണ്ട്. ഈ ട്രെയിൻ പിടിച്ചെടുത്തു. ആ ട്രെയിനിലുണ്ടായിരുന്നത് ഭൂരിപക്ഷം പേരും പാകിസ്ഥാൻ സൈന്യവുമായി ബന്ധപ്പെട്ടവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് നടന്നു. 13 BLAക്കാർ കൊല്ലപ്പെട്ടു, 20-ലേറെ പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. സ്ത്രീകൾ, കുട്ടികൾ, സാധാരണ പൗരന്മാർ, ബലൂചിസ്ഥാനിൽ താമസിക്കുന്ന ആളുകളൊക്കെ BLA വിട്ടയച്ചു. ഇപ്പോൾ ട്രെയിൻ അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇടപെട്ടാൽ ഈ ട്രെയിൻ നശിപ്പിക്കും എന്ന് പറയുന്നത്. പക്ഷേ പാകിസ്ഥാൻ അങ്ങോട്ട് ഡ്രോൺ ആക്രമണമൊക്കെ നടത്തുന്നുണ്ട്. വ്യോമസേനയുടെ ഡ്രോൺ വന്ന് ഡ്രോണിനെ അവർ വെടിവെച്ചിട്ടു. ആ സംഘർഷം തുടരുകയാണ്. സിബി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ട്രെയിൻ ആക്രമിച്ച് പിടിച്ചെടുത്തത്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സ്ഥലമാണ്, ഒറ്റപ്പെട്ട സംഭവമല്ല. ജാഫർ എക്സ്പ്രസ് ഇതിനു മുമ്പ് 2018 റിമോട്ട് കൺട്രോൾഡ് ബോംബ് വെച്ച് തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ പട്ടാളം പോകുന്ന വണ്ടിയാണ്. പക്ഷേ ആ ബോംബ് ട്രെയിൻ വിടുന്നതിന് 200 മീറ്റർ മുമ്പേ പൊട്ടിപ്പോയി. അതിനുശേഷം ഇതേ സ്ഥലത്ത് 2023 2 തവണ ജാഫർ എക്സ്പ്രസ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2020 ജനുവരി 19 ഒരു ബോംബ് പൊട്ടി, 13 പേർക്ക് പരിക്കേറ്റു, ഒരാൾ കൊല്ലപ്പെട്ടു. പിന്നെ 2023 നവംബറിൽ ഈ കറ്റ്വ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നു, 26 പേർ കൊല്ലപ്പെട്ടു, 40ഓളം ആളുകൾക്ക് പരിക്ക് പറ്റി. അപ്പോൾ നിരന്തരം ഇങ്ങനെ പാകിസ്ഥാൻ ആർമിക്ക് നേരെയാണ് BLA ആക്രമിക്കുന്നത്. മൊത്തത്തിലുള്ള ചരിത്രം എടുത്താൽ BLA പണ്ടൊക്കെ 20 വർഷം മുമ്പ് വരെ BLA എന്ന് പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന സായുധ ഗ്രൂപ്പ് ഒളിപ്പോരാണ് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് 2018 ശേഷം ഇവർ ചാവേർ ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങി. പിന്നെ നേരിട്ട് പട്ടാളവുമായി ഏറ്റുമുട്ടാൻ തുടങ്ങി. അപ്പോൾ 20 വർഷത്തിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന സൈലൻ്റ് ആയിട്ടുള്ള ഒളിച്ചിരുന്ന ആക്രമണ രീതി മാറിയിട്ട് ഇവർ നേരിട്ട് പാകിസ്ഥാനുമായി ഏറ്റുമുട്ടുകയാണ്. നോക്കൂ, അവർ പൊതുവിൽ സിവിലിയൻസിനെ ഉപദ്രവിക്കാറില്ല. അവർക്ക് പാകിസ്ഥാൻ പഞ്ചാബികൾ അവർക്ക് ശത്രുതയാണ്. കാരണം ബലൂജികളെ അതിക്രൂരമായി പീഡിപ്പിച്ച വിഭാഗമാണ്. ഗോത്ര തർക്കമാണ്. കാരണം ബലൂജികൾ അടിസ്ഥാനപരമായി പാകിസ്ഥാനിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ അതുകൊണ്ട് ഇവർ പഞ്ചാബ് പ്രവിശ്യയിലുള്ള പാകിസ്ഥാനികളെ ആക്രമിക്കും, പിന്നെ പാകിസ്ഥാൻ പട്ടാളക്കാരെ ആക്രമിക്കും. ഇപ്പോൾ അവർ ചെയ്യുന്നത് ചൈനക്കാരെ കണ്ട് ആക്രമിക്കും. ചൈന വന്നിട്ട് ബലൂചിസ്ഥാനിലുള്ള വിഭവങ്ങൾ മുഴുവൻ ചോർത്തി കൊണ്ടുപോവുകയാണ്. അവർക്കൊന്നും കിട്ടുന്നില്ല. അപ്പം ചൈന ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലുള്ള പാക് അധിനിവേശ കാശ്മീരിലൂടെയാണ് 1 ബെൽറ്റ് 1 റോഡ് എന്നുള്ള പദ്ധതി പോകുന്നത്. അപ്പോൾ നമുക്കും വലിയ വെല്ലുവിളിയാണ്. കാരണം നമ്മുടെ സ്ഥലത്ത് നമ്മൾ ഇപ്പോഴും അവകാശം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടേതാണെന്ന് പറയുന്ന POK, നമ്മുടേതായ POK ചൈനയെ ഇടപെടിക്കുകയാണ് ആര്? പാകിസ്ഥാൻ. അപ്പോൾ അതിനെതിരെ വലിയ അറ്റാക്ക് ആര് നടത്തുന്നുണ്ട്? ബലൂചിസ്ഥാൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചിട്ടാണ് നിരന്തരം ഇവർ ആക്രമിക്കുന്ന. പാകിസ്ഥാൻ പട്ടാളത്തെ ആക്രമിക്കുന്നു, പാകിസ്ഥാൻ അവിടെ ചൈനയെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ചൈനയെ ആക്രമിക്കുന്നു. അത് ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാനാണ് എന്ന് പാകിസ്ഥാൻ നിരന്തരം പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ചാവേർ ആക്രമണങ്ങൾ നടത്താൻ ഒരു ബ്രിഗേഡ് തന്നെയുണ്ട്, മജീദ് ബ്രിഗേഡ് എന്ന് പറയും. 2010 ഈ BLAയുടെ വളരെ വീരനായ ഒരു നേതാവുണ്ടായിരുന്നു, കമാൻഡർ മജീദിനെ പാകിസ്ഥാൻ ആർമി കൊലപ്പെടുത്തി. പാകിസ്ഥാൻ ആർമി കൊലപ്പെടുത്തിയതിന് ശേഷം ഇവരൊരു ചാവേർ ബ്രിഗേഡ് ഉണ്ടാക്കി BLA. ആ ചാവേർ ബ്രിഗേഡിന് ഇവർ ഈ കൊല്ലപ്പെട്ട അവരുടെ വീരനായകനായ മജീദിൻ്റെ പേരിട്ടു. മജീദ് ബ്രിഗേഡാണ് ഇത്തരം ഓപ്പറേഷൻസൊക്കെ നടന്നത്. ഇപ്പോൾ 2018 ശേഷം നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിൽ ചൈനക്കാരെ കാണുന്നിടത്ത് വെച്ച് കൊല്ലുകയാണ്. ഇപ്പോൾ ഈ 2023 ഒക്ടോബറിലാണ് ഒരു ചൈനീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊരു കോൺവോയ് വാഹനവ്യൂഹം പോയപ്പോൾ അതിന് നേരെ
ചാവേർ ആക്രമണം ഉണ്ടായി. 50 പേരാണ് കൊല്ലപ്പെട്ടത്. ഭൂരിഭാഗം പേരും ചൈനക്കാരും ചൈനയുടെ സുരക്ഷാ ജീവനക്കാരുമായിരുന്നു. അപ്പോൾ ചൈന പാകിസ്ഥാനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് പാകിസ്ഥാന് രക്ഷിക്കാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ പട്ടാളത്തെ അയക്കാം എന്ന് പറയും. പക്ഷേ പാകിസ്ഥാൻ സംഭവിച്ചില്ല. ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ പട്ടാളം വന്നാൽ പിന്നെ അതിൻ്റെ കെടുതി പാകിസ്ഥാൻ അനുഭവിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലൊക്കെ കണ്ടാണ്. അതുകൊണ്ട് ചൈന ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ വേറെ തമാശ, അത് ദാറുൽ ഉലും ഹക്വാനിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു യൂണിവേഴ്സിറ്റി ഓഫ് ജിഹാദ് ഉണ്ട്. അതായത് ജിഹാദികളെ പരിശീലിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി പാകിസ്ഥാനിൽ. അവിടെ ഇങ്ങനെ പരിശീലനം കിട്ടുന്ന ആളുകളാണ് ഇന്ത്യയിലേക്ക് കയറി വരാറുള്ളത്. ജിഹാദി ഓപ്പറേഷൻ കാശ്മീരിലേക്ക് വരാറ്. അവിടെ കയറിയിട്ട് BLA ആക്രമണം നടത്തി ഈ ജിഹാദ് പരിശീലനം കിട്ടുന്ന ജിഹാദി കുഞ്ഞുങ്ങളെയൊക്കെ വെടിവെച്ച് കൊന്നു BLA. അങ്ങനെ ഇവർക്ക് ഈ ചൈനക്കാരെ രക്ഷിക്കാൻ വേണ്ടി BLAയിൽ രക്ഷിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റി ഡിവിഷൻ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വളരെ പാകിസ്ഥാൻ വലിയ തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ഇവർ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്തിനാണ് പാകിസ്ഥാനിൽ കലാപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, വിപ്ലവം നടത്തുന്നത്, അല്ലെങ്കിൽ തീവ്രവാദം എന്ന് പറയുന്ന പ്രവർത്തനം നടത്തുന്നത്? പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അത് പറയും, കണ്ടോ ഈ കാശ്മീർ BLAയുടെ ആളുകൾ കൊള്ളാം എന്ന് നിങ്ങൾ പറഞ്ഞാൽ കാശ്മീരിൽ വരുന്ന പാകിസ്ഥാനികൾ കൊള്ളാം എന്ന് പറയുന്ന ഒന്നും പറയണ്ടേ? അവരും രണ്ടുപേരും ആവശ്യപ്പെടുന്നത് കാശ്മീരിൻ്റെ മോചനം, ഇത് ബലൂചിസ്ഥാൻ്റെ മോചനം. അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല. കാരണം നമുക്ക് BLA സ്വാതന്ത്ര്യ സമര പോരാളികളെന്നേ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പാകിസ്ഥാനുകളും ഇവിടുത്തെ നമ്മുടെ മീഡിയ വൺ പോലെയുള്ള ചാനലുകളും ഒക്കെ എന്താണ്, പാകിസ്ഥാനിൽ നിന്ന് ആക്രമണം നടത്തുന്ന കാശ്മീരിലേക്ക് ആക്രമണം നടത്തുന്ന ഭീകരവാദികളെ സ്വാതന്ത്ര്യ സമര പോരാളികളെന്ന് വിളിക്കും. പക്ഷേ നമ്മൾ തീവ്രവാദി എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് പക്ഷേ ബലൂചിസ്ഥാനിലെ BLAക്കാരെ നമ്മൾ തീവ്രവാദി എന്ന് വിളിക്കാത്തതെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി വ്യത്യാസമുണ്ട്. കാരണം ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നില്ല. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യമായിരുന്നു ബലൂചിസ്ഥാൻ. പാകിസ്ഥാൻ ചതിയിലൂടെ പിടിച്ചെടുത്തതാണ്. അതായത് ബലൂചിസ്ഥാൻ പാകിസ്ഥാന് മുമ്പ് ബ്രിട്ടീഷ് ഭരണകാലത്ത് കലാത്ത്, ഖരൻ, ലാസ്ബേല, മകരൻ ഇങ്ങനെ 4 നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങൾ പിന്നീട് നമ്മൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഖരൻ, ലാസ്ബേല, മകരൻ എന്നിങ്ങനെ 3 പ്രവിശ്യകൾ പാകിസ്ഥാനിൽ ചേർന്നു. കലാത്ത് ചേരാൻ തയ്യാറായില്ല. കലാത്തിൻ്റെ ഭരണാധികാരി ഖാൻ മിർ അഹമ്മദ് യാർ ഖാൻ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പാകിസ്ഥാനിലൊന്നും ചേരേണ്ട കാര്യമില്ല. കാരണം 1876 ബ്രിട്ടീഷ് സർക്കാരുമായിട്ടുള്ള ഉടമ്പടി പ്രകാരം ആഭ്യന്തര സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊരു രാജ്യമായിട്ട് നിൽക്കാനാണ് താല്പര്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ ലയിക്കാൻ പറ്റില്ല. 1947 ഓഗസ്റ്റ് 4 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 11 ദിവസം മുമ്പ് ഡൽഹിയിൽ മൗണ്ട് ബാറ്റൻ പ്രഭു, നമ്മുടെ ഈ ജിന്ന, നെഹ്റു, ഖാൻ മിർ അഹമ്മദ് യാർ ഖാൻ എന്ന് പറയുന്ന കലാത്തിൻ്റെ ഭരണാധികാരി ഇവരൊരുമിച്ചൊരു യോഗം ചേർന്നിട്ട് പറഞ്ഞു, ശരി അപ്പോൾ ഒരു കാര്യം ചെയ്യും, കലാത്ത് വേറൊരു രാജ്യമായിക്കോട്ടെ, അതിൻ്റെ കൂടെ ഖരനും ലാസ്ബേലയും എന്ന് പറഞ്ഞ പാകിസ്ഥാനിൽ പിന്നീട് ലയിച്ച ഈ പ്രദേശങ്ങൾ കൂടെ കലാത്തിൻ്റെ കൂടെ ചേരും. അങ്ങനെ കലാത്ത് ഒരു വേറെ രാജ്യമാകും. 3 രാജ്യങ്ങളുണ്ടാവും, ഇന്ത്യ ഉണ്ടാവും, പാകിസ്ഥാൻ ഉണ്ടാവും, കലാത്ത് ഉണ്ടാവും. അങ്ങനെ സംബന്ധിച്ചു. 1947 ഓഗസ്റ്റ് 15 ജിന്ന കൂടെ ഡൽഹിയിൽ സംഭവിച്ച യോഗത്തിലെടുത്ത തീരുമാനമാണ് കലാത്ത് സ്വതന്ത്ര രാജ്യമായി. ആ കലാത്താണ് ബലൂചിസ്ഥാൻ. പക്ഷേ എന്ത് ചെയ്യുന്നറിയോ, സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ഓഗസ്റ്റ് 14 പാകിസ്ഥാന് സ്വാതന്ത്ര്യം, ഓഗസ്റ്റ് 15 കലാത്തിനും ഇന്ത്യക്കും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ, 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ജിന്ന ഖാനെ പിന്നിൽ നിന്ന് ഊതി പാകിസ്ഥാൻ പട്ടാളത്തെ അങ്ങോട്ട് അയച്ചു കലാത്ത് പിടിച്ചെടുക്കാൻ. കലാത്ത് യുദ്ധം ചെയ്ത് ഏതാനും മാസങ്ങൾ യുദ്ധം ചെയ്തു. ഏപ്രിൽ 1 വരെ യുദ്ധം ചെയ്ത് ഏപ്രിൽ 1 കലാത്ത് വീണു, കലാത്ത് തോറ്റു. അങ്ങനെയാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഈ കലാത്ത് എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യത്തെ പാകിസ്ഥാൻ എടുത്ത്. ആ സമയത്ത് ഈ ഖാൻ നെഹ്റുവിനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ പാകിസ്ഥാനോട് നിൽക്കാൻ പറ്റില്ല, ഞങ്ങൾ ഇന്ത്യയെ ചേരാം, ഞങ്ങളെ ഇന്ത്യയിൽ ചേർക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യ പറഞ്ഞത് ഞങ്ങൾക്ക് നേരിട്ട് നിങ്ങൾ ഭൂമിശാസ്ത്രപരമായ അതിർത്തിയില്ല, തൊട്ട് കിടക്കുന്നതല്ല, പാകിസ്ഥാൻ വഴി അപ്പുറത്തേക്ക് വരണം, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ള സാങ്കേതികത്വം പറഞ്ഞ് കലാത്തിനെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ കലാത്തുകാരിപ്പോൾ നടത്തുന്നത് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി, ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കൊടുക്കാമെന്ന് മൗണ്ട് ബാറ്റൻ പ്രഭു ഉൾപ്പെടെ ഇരിക്കുന്ന ആൾ, വൈസ്രോയി ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഒരു കരാറുണ്ടാക്കി. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യത്തെ പിടിച്ചെടുത്തതാണ് പാകിസ്ഥാൻ. കാശ്മീർ എങ്ങനെയാ? കാശ്മീർ എന്ന് പറയുന്നത് കാശ്മീർ രാജാവായിരുന്ന ഹരിസിംഗ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ തീരുമാനിച്ചപ്പോഴത്തേക്ക് പാകിസ്ഥാൻ ഒരു ഭാഗത്ത് നിന്ന് ആക്രമിച്ച് അതിൻ്റെ ഒരു ഭാഗം പിടിച്ചുകൊണ്ട് പോയി. നമുക്ക് ഹരിസിംഗ് തന്ന രാജ്യത്തിൻ്റെ ഒരു ഭാഗം പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെയാണ് POK ഉണ്ടായത്.
പാകിസ്ഥാൻ നമ്മുടെയാണ്. അല്ല, പാകിസ്ഥാൻ പോലും നമ്മുടെയാണ്. POK നമ്മുടെയാണ്. പാക് അധിനിവേശ പാകിസ്ഥാൻ നമ്മുടെയാണ്. കാരണം ഹരിസിംഗ് ഇന്ത്യക്ക് തന്ന കാശ്മീരിൽ ഇവർ പിടിച്ചോണ്ട് പോയതാണ്. ബാക്കിയുള്ള കാശ്മീർ നമ്മുടെ തന്നെയാണ്. പക്ഷെ അതിൽ ഹരിസിംഗ് ഇന്ത്യയിൽ ലയിപ്പിക്കാൻ തീരുമാനിച്ചതിനെ പാകിസ്ഥാൻ അംഗീകരിക്കുന്നില്ല. ഇത് പാകിസ്ഥാൻ്റെ അംഗീകാരം എന്തിനാ? ഹരിസിംഗിൻ്റെ രാജ്യം ഇന്ത്യക്ക് തന്നു. അവിടെ അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ വിധ്വംസക പ്രവർത്തനം നടത്തുകയാണ് പാകിസ്ഥാൻ. കാരണം കാശ്മീർ ഒരിക്കലും പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നില്ല. കാശ്മീർ ഒരിക്കലും സ്വതന്ത്രവുമായിരുന്നില്ല. സ്വതന്ത്രമായിരുന്ന കാശ്മീർ ഇന്ത്യയിൽ ലയിച്ചതാണ്. അങ്ങനെയല്ല കലാത്തിൻ്റെ ബലൂചിസ്ഥാൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് BLA കാണുന്നത് പോലെ നമുക്ക് പാകിസ്ഥാൻ ഭീകരരെ കാണാൻ പറ്റില്ല. പാകിസ്ഥാൻ ഭീകരർ നമ്മുടെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നവരാണ്. ബലൂചിസ്ഥാനിലെ ആളുകൾ, പോരാളികളെന്ന് പറയുന്നത് അവരുടെ മാതൃരാജ്യം തിരിച്ചു കിട്ടാൻ വേണ്ടി പെടുന്നവരാണ്. ഇതാണ് BLAയും ഇവരും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ ഈ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണ് ഈ പാകിസ്ഥാനിൽ നടക്കുന്ന ഭീകര പ്രവർത്തനത്തെ ഇന്ത്യ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡേവിഡ് റൈറ്റ് നെവിൽ എന്ന് പറയുന്ന ഈ ലോകരാഷ്ട്രീയമൊക്കെ വിലയിരുത്തുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അയാളും കുറേ പടിഞ്ഞാറൻ നിരീക്ഷകരുമൊക്കെ മുമ്പ് പാകിസ്ഥാൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഈ BLAക്ക് ഫണ്ട് ചെയ്യുന്നത്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഒരു മുദ്രാവാക്യം, അവരുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്, ഒന്ന് ബലൂച്ച് ദേശീയതയാണ്, ഞങ്ങളൊരു രാജ്യമാണ്, ഞങ്ങൾ സ്വന്തം രാജ്യമുണ്ട്, ആ രാജ്യം ഞങ്ങൾ തിരിച്ചു വേണമെന്ന് പറയുന്നു. പിന്നെ പാകിസ്ഥാൻ ചൈനീസ് വിരുദ്ധത നമുക്കിഷ്ടമാണേ അല്ലേ. പിന്നെ ഇവർ ഇറാനിയൻ വംശജരായ മുസ്ലിങ്ങളാണെങ്കിലും അവരുടെ ഐഡിയോളജി മതേതരത്വമാണ്. ഞങ്ങൾ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാനല്ല ശ്രമിക്കുന്നത്, ഞങ്ങൾ ഒരു ജനാധിപത്യ രാജ്യം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇന്ത്യക്ക് താല്പര്യമുള്ളതാണ്. കാരണം അത്തരം ഒരു രാജ്യം ഉണ്ടായി വന്നാൽ ഇന്ത്യക്ക് ഭീഷണികളൊന്നുമില്ല, അപ്പോൾ നമ്മുടെ ശത്രുക്കൾക്ക് എതിരുവാണ്. അപ്പോൾ ഇങ്ങനെ ആണ് ഈ ബലൂജിൻ്റെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. പിന്നെ ഈ ബലൂചിസ്ഥാൻ ആർമി BLA ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അതൊരു രഹസ്യ കോഡാണ്. 2 പേർ ആരാണെന്നറിയില്ല. മിഷ ആൻഡ് സാക്ഷ എന്ന് പറയുന്ന 2 പേരുണ്ട്, മിഷയും സാക്ഷയും. ആരാണ് മിഷ അല്ലെങ്കിൽ സാക്ഷ എന്ന പേരുകളിൽ അറിയപ്പെടുന്നത് ഇന്നും അറിയില്ല. അത് പറയുന്നത് ഒന്നെങ്കിൽ അത് റോയുടെ ആളുകളോ KGBയുടെ ആളുകളോ ആണ് എന്ന് പൊതുവെ ഒരു തിയറിയാണ്, ഒരു കോൺസ്പിറസി തിയറിയാണ്. മിഷയും സാക്ഷയുമാണ് BLA ഉണ്ടാക്കിയത്. അപ്പോൾ ഒന്നെങ്കിൽ KGB, കാരണം സോവിയറ്റ് യൂണിയൻ്റെ കാലത്താണ്, ഒന്നെങ്കിൽ KGB അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ ഏജൻസിയായ റോ, ഇവർ 2 പേരും ചേർന്നിട്ടാണ് ഈ BLA രൂപീകരിച്ചത് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഈ രഹസ്യ കോഡ് നെയിമുകളിൽ ഇരിക്കുന്ന ആരാണെന്ന് ഇന്ന് വരെ അറിയില്ല. രസമുള്ള പേര് മിഷ എന്നുള്ള പേരൊക്കെ റഷ്യൻ പേരുകളാണ്. അവിടെ മിഷ എന്നൊക്കെ അവിടെ ഒരു മാഗസിനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ അതിനുശേഷം എന്ത് പറ്റി, ബലൂചിസ്ഥാൻ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയിൽ നിന്നാണ് ഈ BLA ഉണ്ടാവുന്നത്. ഇപ്പോൾ 1973 സംഭവം നടന്നു. അതായത് പാകിസ്ഥാനിലെ ഇറാഖി എംബസിയിലേക്ക് ഒരു ദിവസം പെട്ടെന്ന് പാകിസ്ഥാൻ പട്ടാളം കയറി. അപ്പോൾ ഒരു എംബസി അല്ലെങ്കിൽ വേറൊരു രാജ്യത്തിൻ്റെ എംബസിയിലേക്ക്, ഇപ്പോൾ ഇന്ത്യയിൽ അമേരിക്കയുടെ എംബസി ഉണ്ടെങ്കിൽ ഇന്ത്യ അതിനകത്ത് കയറില്ല, അത് അമേരിക്കയായിട്ടാണ് കൂട്ടുന്നത്. അപ്പോൾ ഏത് രാജ്യം, പാകിസ്ഥാൻ എംബസി ഇപ്പോൾ ഡൽഹിയിലുണ്ടെങ്കിൽ ആ എംബസി ഇരിക്കുന്ന ഭൂമിയെ പാകിസ്ഥാനായിട്ടാണ്, അവിടെ പാകിസ്ഥാൻ്റെ നിയമമാണ്, ഇന്ത്യൻ ആർമി കയറത്തില്ല. പക്ഷെ ഇത് ലംഘിച്ചുകൊണ്ട് 73 ഫെബ്രുവരി 10 ഇറാഖിലെ എംബസിയിലേക്ക് പാകിസ്ഥാൻ പട്ടാളം ഇറച്ചി കയറിയപ്പോൾ അവിടെ പെട്ടിക്കണക്കിന് ആയുധങ്ങളിരിക്കുകയായിരുന്നു. ഈ ആയുധങ്ങൾ മുഴുവൻ BLAക്ക് കൊടുത്തതാണ് എന്ന് അന്ന് പാകിസ്ഥാൻ ആരോപിച്ചു. അങ്ങനെ ഇറാഖും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വല്ലാതെ മോശമായിരുന്നു. പിന്നെ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ സമീപകാലത്തുണ്ടായിട്ടുള്ള ചില വാർത്തകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഹൈർബേർ മാരി എന്ന് പറയുന്ന ആൾ BLAയുടെ ഒരു വലിയ നേതാവാണ്. ഹൈർബേർ മാരി ഉൾപ്പെടെയുള്ള BLAയുടെ കമാൻഡർമാർക്ക് ഇന്ത്യ ചികിത്സ കൊടുത്തിട്ടുണ്ട് എന്നൊരു വാർത്ത ഹിന്ദു പത്രത്തിൽ വന്നിരുന്നു. അതായത് ഗുസ്താർ കമാൻഡർ 2017 വൃക്കരോഗം ബാധിച്ചപ്പോൾ 6 മാസം ഡൽഹിയിലെ ആശുപത്രിയിലാണ് ചികിത്സിച്ചത് എന്നൊരു വാർത്ത ഹിന്ദു പത്രം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. BLAയുടെ കമാൻഡർക്ക് ഇന്ത്യ വൃക്കരോഗത്തിനുള്ള ചികിത്സ കൊടുത്ത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. അസ്ലാം ബലോച്ച് എന്ന് പറയുന്ന മറ്റൊരു കമാൻഡർക്ക് ഡൽഹിയിൽ ചികിത്സ കൊടുത്തു എന്ന് ട്രിബ്യൂൺ എക്സ്പ്രസ് വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. ഇങ്ങനെ ചില വാർത്തകളൊക്കെ പറയുന്നുണ്ട്. ഇപ്പം അഫ്ഗാനിസ്ഥാനിലെയും കണ്ടഹാറിലെയും ജലാലാബാദിലേക്കുള്ള അഫ്ഗാനിസ്ഥാനിലെ കണ്ടഹാർ, ജലാലാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ഇന്ത്യൻ എംബസി ഇവർക്ക് പരിശീലനം, ആയുധം, പണമൊക്കെ കൊടുക്കുന്നു എന്നുള്ളത് ഒരുപാട് കാലമായി പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പ്രോക്സിയാണ് BLA എന്ന് പാകിസ്ഥാൻ നിരന്തരം പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ, പിന്നെ ഇന്ത്യ മാത്രമല്ല, അഫ്ഗാനിസ്ഥാനും ഇവരെ സഹായിക്കുന്നുണ്ട്. കാരണം അഫ്ഗാന് വലിയ താല്പര്യമുണ്ട്. ബലൂചിസ്ഥാൻ്റെ ഈ ബലൂജ് ഭൂപ്രദേശത്തിൻ്റെ കുറച്ച് ഭാഗം അഫ്ഗാനിൽ കയറി കിടക്കുന്നതാണ്. അപ്പോൾ അവിടെയുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം വെച്ച് പാകിസ്ഥാൻ TTP, പാകിസ്ഥാനിലുള്ള താലിബാൻ,
അവരും BLAയുടെ കൂടെയാണ് പാകിസ്ഥാനെതിരെ. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ സഹായിക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ പറഞ്ഞ് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു ഞങ്ങൾ സഹായിക്കുന്നുണ്ട് നീ പോടാ എന്നാണ് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു. ഇന്ത്യ പറഞ്ഞു ഞങ്ങളോ ഇന്ത്യയോ എപ്പോ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ നിഷേധിച്ചു. അപ്പോൾ നോക്കണം, ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഇന്ത്യ ബലൂചിസ്ഥാനെ സഹായിക്കുന്നതിരിക്കട്ടെ, ഇന്ത്യ നേരിട്ട് ബലൂചിസ്ഥാനിലേക്ക് വല്ലതൊക്കെ കൊടുത്താൽ അറിയും അല്ലേ? അപ്പോൾ ഇന്ത്യക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി അഫ്ഗാനിസ്ഥാനിൽ കൊടുക്കുക എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാൻ നേരെ അതിർത്തി വഴി എടുത്ത് BLAക്ക് കൊടുത്തോളൂ. ഇന്ത്യ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ എങ്ങനെയാണ്? നല്ല ബന്ധമാണ്. എന്തിനാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇത്ര നല്ല ബന്ധം ഉണ്ടാക്കുന്നത്? പിന്നെ ഇന്ത്യക്ക് ഒരു വലിയ കലിപ്പുണ്ട്. പാകിസ്ഥാനിലെ ഗദ്വാർ എന്ന് പറയുന്ന സ്ഥലത്ത് ചൈന ഒരു തുറമുഖം ഉണ്ടാക്കുന്നുണ്ട്. ആ ചൈന അവിടെ തുറമുഖം ഉണ്ടാക്കിയാൽ ആ ഗദ്വാർ തുറമുഖം വന്നാൽ ഇന്ത്യക്ക് വലിയ ഭീഷണിയാണ്. ആ ഗദ്വാർ തുറമുഖത്തിലേക്ക് പോകുന്ന ചൈനക്കാരെ എല്ലാം ടക്കെന്ന് പിടിവെച്ച് കൊല്ലുകയാണ് ആര്? BLA. നമുക്ക് വലിയ ഉപകാരമാണെന്നേ. അപ്പം അതുകൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്. ആരെങ്കിലും നമ്മൾ ആവശ്യപ്പെടാതെ നമുക്ക് വേണ്ടി ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുക, അരുതടേ നീ എനിക്ക് വേണ്ടിയിട്ട് നീ അവിടെ നിന്ന് പ്രാർത്ഥിക്കരുത്, അത് ധന്യക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയേണ്ട കാര്യം കേട്ടോ. പാകിസ്ഥാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കെന്ത്? അപ്പോൾ അഫ്ഗാനിസ്ഥാൻ സഹായിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാൻ പറയുക ഉണ്ടെങ്കിൽ എന്നാണ് അഫ്ഗാനിസ്ഥാൻ ചോദിക്കുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാന് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ല. കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്ത അഫ്ഗാനിസ്ഥാൻ എങ്ങനെയായിരിക്കും BLA സഹായിക്കുക? അപ്പോഴാണ് പാകിസ്ഥാൻ പറയുന്നത് അത് നീ അങ്ങനെയൊന്നും പറയണ്ട, നീ ഇപ്പോൾ താലിബാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇന്ത്യയായിട്ട് നല്ല ബന്ധമല്ലേ ആയിരിക്കാം. അപ്പോൾ പാകിസ്ഥാൻ്റെ റൂട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയത്തില്ല, നമ്മളാരെയും സഹായിക്കുന്നില്ല. ഇത് പറയുമ്പോൾ ഒരു സ്ത്രീയുടെ പേരൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം. ഷാരി ബലോച്ച് 30 വയസ്സുള്ളൊരു സ്ത്രീയാണ്. 2 കുട്ടികളുടെ അമ്മയാണ്. ഒരു സ്കൂൾ അധ്യാപികയായിരുന്നു. സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപികയായിരുന്നു. ഒരു ദിവസം കറാച്ചി എയർപോർട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ ഷാരി ബലോച്ച് ചെന്നപ്പോഴത്തേക്ക് ഈ ഗദ്വാർ തുറമുഖത്തിൻ്റെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 എഞ്ചിനീയർമാർ ചൈനക്കാർ വന്നിറങ്ങി. അപ്പോൾ ഷാരി ബലോച്ച് നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു. അരയിൽ വെച്ചിരുന്ന ബട്ടൺ ഒറ്റ കയറ്റി 3 എഞ്ചിനീയർമാരും ഷാരി ബലോട്ടും തീ സ്ഫോടനം. അത് BLAയുടെ വീരവനിതയാണ്. BLAയുടെ ആദ്യത്തെ വനിതാ ചാവേറാണ് ഷാരി ബലോച്ച്. ഷാരി ബലോച്ച് കൊന്നത് പാകിസ്ഥാനികളെയല്ല, ഇന്ത്യയുടെ പക്കലുള്ള ഇന്ത്യയുടെ പാക് അധിനിവേശ കാശ്മീർ അല്ല, ഇന്ത്യയുടെ കാശ്മീർ പാകിസ്ഥാൻ പിടിച്ചു വച്ചിരിക്കുന്ന പാകിസ്ഥാൻ്റെ പക്കലുള്ള ഇന്ത്യയുടെ കാശ്മീർ പ്രദേശത്ത് ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വന്ന ചൈനയിലെ ഏറ്റവും ഉയർന്ന 3 എഞ്ചിനീയർമാരെ ഷാരി ബലോച്ച് അങ്ങ് തട്ടി. അപ്പോൾ BLAയുടെ ആദ്യത്തെ ചാവേറാണ്. അപ്പോൾ എന്ന് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഭൂമി കാശ്മീർ പാകിസ്ഥാൻ്റെ കീഴിലാണ്. പാക് അധിനിവേശ കാശ്മീർ POK എന്ന് പറയുന്നത്. അവിടെ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്നൊക്കെ പറയുന്ന മേഖലയുണ്ട്. അവിടെ ചൈന ഇടപെടിയിരിക്കുക എന്നറിയോ? നമ്മളെങ്ങാനും കയറി POK പിടിച്ചാൽ ചൈനയ്ക്ക് കൂടെ കൊള്ളണം. അപ്പോൾ പിന്നെ ചൈനയോട് ഇടപെടുമല്ലോ എന്ന് കരുതിയിട്ടാണ് പാകിസ്ഥാൻ ഈ വൃത്തികെട്ട കളി. POK എങ്ങനെ നമ്മൾ പിടിക്കാൻ നമ്മൾ ഇടപെട്ടാലോ എന്ന് പേടിച്ചിട്ടാണ് അവിടെ ചൈനീസ് നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ പദ്ധതി നടപ്പാക്കാൻ വന്ന ആളെ എന്തിനാണ് BLAയുടെ ഷാരി ബലോച്ച് കൊന്നത്? അത് ബലൂചിസ്ഥാന് വേണ്ടിയിട്ടാണോ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണോ അറിയത്തില്ല. പക്ഷേ ആ ഷാരി ബലോച്ച് BLAയുടെ ധീരവനിതയാണ്, ആദ്യത്തെ വനിതാ ചാവേറാണ്. നമ്മുടെ ശത്രുക്കളെയാണ് കൊന്നതെന്നുകൊണ്ട് നമുക്കും ഷാരി ബലോച്ചിനെ ഇഷ്ടമാണ്. അപ്പോൾ ഈ BLAയുടെ പുറകിൽ ഇന്ത്യ ഉണ്ടോ എന്ന ചോദ്യത്തിന് എനിക്കറിയില്ല. ആരാണ് നേരത്തെ പറഞ്ഞ മിഷ ആൻഡ് സാഷ എന്നതും എനിക്കറിയില്ല. അതൊക്കെ ഒരിക്കലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.